Hi everyone, welcome to English Ladder. ഇന്നത്തെ വീഡിയോ ഫ്ലയർ ആൻഡ് മെൻറ്ററിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു Q&A സെഷൻ ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഫ്ലയർ ആൻഡ് മെൻറ്ററിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ മൂവർ ആൻഡ് സ്റ്റാർട്ടർ ലെവൽ നമ്മുടെ വാട്സാപ്പ് കോഴ്സസ് ആണ്. അപ്പോൾ അത് വാട്സാപ്പ് കോഴ്സസ് മാത്രമല്ല, നമുക്ക് ഡെയിലി കോണ്ടന്റ് കിട്ടും, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ കോഴ്സസിൽ ചെയ്യാറുള്ളത്. ഈ ഫ്ലയർ ആൻഡ് മെൻറ്ററിംഗ് എന്ന് പറഞ്ഞാൽ പ്യോർലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്, നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യം അനുസരിച്ചായിരിക്കും നമ്മൾ അവർക്ക് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇപ്പം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇൻ്റർവ്യൂവിന് അതിപ്പോൾ അയാൾ എന്താണ് പഠിച്ചത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിന് എന്തായിരിക്കും അയാൾക്ക് ആവശ്യം ഉണ്ടാവുക, അതനുസരിച്ചായിരിക്കും നമ്മൾ ആ കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല, ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയാണെങ്കിൽ അതനുസരിച്ചുള്ളതായിരിക്കും നമ്മൾ അവിടെ ഒരു പ്രോഗ്രാം അവിടെ കൊടുക്കുക. സോ പ്യോർലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ ഫ്ലയർ ആൻഡ് മെൻറ്ററിംഗ് നമ്മൾ ചെയ്യുക. അതാണ് ഒരു വ്യത്യാസം. സെക്കൻഡ് വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഒരു 1-to-1 പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. അതായത് ആ ട്രെയിനറും ആ സ്റ്റുഡൻറ്റും മാത്രമേ ആ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുള്ളൂ. ഫ്ലയർ ആണെങ്കിലും മെൻറ്ററിംഗ് ആണെങ്കിലും ട്രെയിനറും സ്റ്റുഡൻറ്റും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനാണ്, ഒരു 1-to-1 ഇൻട്രാക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പം മറ്റ് പേടികളോ ഭയങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, അയ്യോ ഞാൻ പറഞ്ഞാൽ തെറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, കാരണം നിങ്ങളുടെ ട്രെയിനർ മാത്രം അവിടെ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ട്രെയിനർ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അവിടെ തിരുത്തി തരും, എന്താണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് 1-to-1 കമ്മ്യൂണിക്കേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ഇത് കൂടാതെ ടൈമിങ്ങിലും ഒരു വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് 9 AM to 11 PM വരെ നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈവനിങ് ഷിഫ്റ്റ്സിലുള്ള ട്രെയിനേഴ്സും ഉണ്ട്, മോർണിംഗിലുള്ള ട്രെയിനേഴ്സും ഉണ്ട്. അപ്പം നിങ്ങളുടെ ടൈമിംഗ്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ടൈമിംഗ് എപ്പോഴാണ് അവർ അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഏത് വേണമെങ്കിലും ടൈം ചൂസ് ചെയ്യാം. രാവിലെ 11 o'clock ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ ഒരു ടൈം എടുത്തെന്നിരിക്കട്ടെ, അപ്പോൾ 11 എല്ലാ ദിവസവും ആ കുട്ടിക്ക് വിളിച്ച് ഇൻട്രാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ദിവസം ഫോർ എക്സാമ്പിൾ ആ കുട്ടിക്ക് 11 വിളിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായി, കുട്ടിക്ക് 11 o'clock വിളിക്കാൻ പറ്റില്ലെങ്കിൽ ആ ട്രെയിനറിനെ ബിഫോർ ഹാൻഡ് തന്നെ ഒന്ന് വിളിച്ച് പറയുക, മാം ഞാൻ അവൈലബിൾ ആയിരിക്കില്ല, ഞാനൊന്ന് 12 o'clock ആക്കിക്കോട്ടെ എന്ന് ചോദിക്കാം. അപ്പോൾ ആ മാം അത് അന്നേരം അവൈലബിൾ ആണെങ്കിൽ ആ ടൈമിംഗ് കൊടുക്കും, അല്ലെങ്കിൽ അവരൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് മറ്റൊരു ടൈമിംഗ് അവർക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്കൊരു ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാവും ഈ ഒരു കോഴ്സിൽ. ഓക്കെ മാം, ടൈമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്താൽ, മാം സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് എപ്പോൾ വേണമെങ്കിലും ട്രെയിനേഴ്സിനെ വിളിക്കാമോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്നുള്ളത് തെറ്റായ ഉദാഹരണമാണ്. അങ്ങനെയല്ല, നമുക്ക് ഓൾറെഡി സ്റ്റുഡൻസിന് ഒരു ഫിക്സഡ് ടൈമിംഗ് ഉണ്ടാവും. ഫ്ലയറിനാണെങ്കിലും മെൻറ്ററിനാണെങ്കിലും സ്റ്റുഡൻസിന് ഒരു ഫിക്സഡ് ടൈം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു 11 o'clock ആണെന്ന് കരുതുക, ആ 11 o'clock തന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ 1-2 ദിവസം 11 എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ടൈമിംഗ് ട്രെയിനറിനോട് സംസാരിച്ച് മറ്റൊരു ടൈമിംഗ് കൊടുക്കാം. അപ്പോൾ അത് പ്രശ്നം ഉണ്ടാവുന്നല്ല. പക്ഷേ മാക്സിമം നമ്മൾ വിളിക്കുന്ന ടൈമിംഗ് തന്നെ വിളിക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫിക്സഡ് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ട്രെയിനറും സ്റ്റുഡൻറ്റും അവരുടെ സൗകര്യം അനുസരിച്ച് അവർ തമ്മിൽ ഓൾറെഡി മ്യൂച്വലി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തൊന്ന് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്നൊരു ടൈമിംഗ് ആണത്. അപ്പോൾ കാരണം രണ്ടുപേർക്കും കൺവീനിയൻ്റ് ഉള്ള ടൈമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം അത് മാറ്റുമ്പം ഉറപ്പായിട്ടും ട്രെയിനറിനെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക, നമുക്ക് അനുസരിച്ച് അത് ഫ്ലെക്സിബിൾ ആക്കാവുന്നേ ഉള്ളൂ. സ്റ്റുഡൻസിന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഫ്ലയർ ആൻഡ് മെൻറ്ററിംഗ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഓക്കെ, സോ ഫ്ലയർ ആൻഡ് മെൻറ്ററിംഗിൻ്റെ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ മോഡാണ്. അതായത് ഫ്ലയറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഡിയോ കോൾസ് ആണ് ബേസിക്കലി. ഫോർ എക്സാമ്പിൾ വാട്സാപ്പ് കോൾസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കോൾസ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യും. ബട്ട് മെൻറ്ററിംഗ് ആണെങ്കിൽ നമ്മൾ വീഡിയോസാണ് കൂടുതലും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സൂം സെഷൻസ് ആവാം. സോ അതാണ് അതിൻ്റെ ഒരു ബേസിക് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ടൈമിങ്ങിൽ വ്യത്യാസം വരും. ഫ്ലയർ ആണെങ്കിൽ നമ്മൾ 20 minutes ആയിരിക്കും ചെയ്യുക, 20 minutes ഓൺ കോൾ. ആൻഡ് മെൻറ്ററിംഗ് ആണെങ്കിൽ 30 minutes ഓൺ വീഡിയോ. അതായിരിക്കും നമ്മൾ ചെയ്യുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ വാട്സാപ്പ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എങ്ങനെ അവരെ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, നമ്മുടെ ട്രെയിനേഴ്സ് അവരെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക? സോ അതിനെക്കുറിച്ചൊന്ന് മാമിന് പറയാമോ? ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ കോളിംഗ് ആപ്സ് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് മ്യൂച്വലായിട്ട് ഉള്ള എന്ത് ആപ്പാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബോട്ടിം, നമ്മൾ ബോട്ടിമിലൊക്കെ ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. സോ ബോട്ടിം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ എന്താണ് നമുക്ക് മ്യൂച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് എന്ന് വെച്ചാൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്റ്റുഡൻസിൻ്റെ മെയിൻ ഡൗട്ടാണ്, നമ്മുടെ ഈ 1 month കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുന്നത്? അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ലൈഫ് ലോങ് സർവീസാണ്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ടാണെങ്കിലും നമ്മുടെ ഓഫീസ് ടൈമിങ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ആ സപ്പോർട്ട് കിട്ടും. ഇത് കൂടാതെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ
ഒത്തിരിയും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉറപ്പായിട്ടും സ്റ്റുഡൻസ് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് അതിൽ കിട്ടും. അതൊരു ഹ്യൂജ് സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതാണ് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഫ്ലയർ ആൻഡ് മെൻറ്ററിങ്ങിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് വരിക, അതിൻ്റെ ടൈം പീരീഡ് എങ്ങനെയാണ് വരിക, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, സോ ബോത്ത് ഫ്ലയർ ആൻഡ് മെൻറ്ററിങ്ങിൽ നമ്മൾ 1 മന്താണ് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ സാറ്റർഡേയ്സ് ആൻഡ് സൺഡേയ്സ് ആൻഡ് പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ദിവസങ്ങളും നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം മിസ് ഔട്ടായി അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡോണ്ട് വറി, നമ്മളത് കൗണ്ട് ചെയ്യാറില്ല. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ദിവസം വിളിച്ച് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓൾസോ നിങ്ങൾക്കൊരു 1 മന്ത് ഗ്രേസ് പീരീഡും ഉണ്ടാവും. സോ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. ഒരു മന്തിനുള്ളിൽ ഇതിനുള്ളിൽ തീർന്നില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. 1 മന്ത് നിങ്ങൾക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട്. സോ നിങ്ങൾക്ക് അതനുസരിച്ച് തീർക്കാവുന്നതാണ്. യെസ്, അപ്പോൾ അതാണ് ഡ്യൂറേഷൻ എന്നുള്ളൊരു പാർട്ട് വരുന്നത്. മാം, സ്റ്റുഡൻസിന് നമ്മുടെ കോഴ്സിനെ കുറിച്ചൊരു ഡൗട്ടുണ്ട്. മീൻസ് കോഴ്സ് കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ മാമിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഈ കോഴ്സ് ചെയ്യുന്ന ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻഡസ്ട്രി എക്സ്പോസ്ഡ് ആയിട്ടുള്ളവരും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ നീഡ് അനുസരിച്ച്, കാരണം ഓൾറെഡി കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ്, അപ്പോൾ നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്തു തരിക. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്ലി, നമ്മൾ തരുന്ന കോണ്ടന്റ് ഉണ്ട്. നിങ്ങൾക്ക് എടുത്ത് തരുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൊക്കാബുലറി സ്ട്രക്ചേഴ്സ്, ഇങ്ങനെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു പ്രാക്ടീസ് എന്നുള്ളൊരു ഭാഗം നമുക്കുണ്ട്. നമ്മളിപ്പം നിങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് പറയാറുണ്ടാവും എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇനി കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. സോ ദെൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തായാലും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ പറയുന്നല്ലോ 1 മന്തിനുള്ളിൽ നിങ്ങൾ പ്രോ ആകും അല്ലെങ്കിൽ കിഡു ആകും എന്നല്ല നമ്മൾ പറയുന്നത്. ബട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസും നമ്മളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡേ 1 അവർ തുടങ്ങിയ പോലെ ആയിരിക്കില്ല. നമ്മൾ ആ മന്ത് എൻഡ് ആകുമ്പം അവർക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു വ്യത്യാസം അവിടെ ഫീൽ ചെയ്യാറുണ്ട്. സോ അത് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും. പിന്നെ നിങ്ങളുടെ പ്രാക്ടീസ് അവിടെ ആവശ്യമാണ്. സോ ഐ വിൽ ഗ്യാരണ്ടി യു ദാറ്റ് യു വിൽ ബി എ ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ. നിങ്ങൾ പ്രോ ആകുമെന്നല്ല, ബട്ട് യു വിൽ ബി ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ. ഓക്കെ മാം, ഈ ക്ലാരിഫിക്കേഷനൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഫോർ ജോയിനിങ് അസ് ടുഡേ. ഇംഗ്ലീഷ് ലാഡറിൻ്റെ ഡിഫറെൻറ്റ് കോഴ്സസിനെ കുറിച്ച് അറിയാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. കീപ് ലേണിംഗ്, കീപ് വാച്ചിങ്. താങ്ക് യു.